ഒരു ബിൽഡിങ്ങിൻ്റെ വേരിയസ് കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് ഒരു സാധാരണ ഒരു ബിൽഡിങ്ങിൽ വരുന്ന ചില ബേസിക് ആയിട്ടുള്ള ടേംസ്, അതിൻ്റെ ഷോർട്ട് ഫോം എക്സ്പാൻഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? RCC എന്ന് പറഞ്ഞാൽ റീഇൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ്. കോൺക്രീറ്റിനകത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് കമ്പി പ്ലേസ് ചെയ്ത് വാർക്കുന്ന എലമെൻസിനെയാണ് RCC എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി PCC എന്നാണെങ്കിൽ പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റ്, കമ്പി ഇല്ലാതെ കോൺക്രീറ്റ് മാത്രമാണെങ്കിൽ അതിനെ PCC എന്നാണ് പറയുക. ഇതിനെ CC എന്നും പറയാറുണ്ട്, സിമൻറ്റ് കോൺക്രീറ്റ്. അതുപോലെ DR എന്ന് പറഞ്ഞാൽ ഡ്രൈ റബിൾ, RR എന്ന് പറഞ്ഞാൽ റാൻഡം റബിൾ. ഇത് രണ്ടും മേസൺറി അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടേമുകളാണ്. ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഒരു സീക്വൻസ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ, ആദ്യം ഇപ്പോൾ ഒരു വീടാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ എക്സ്കവേഷൻ ചെയ്യും. അപ്പോൾ ഒരു ഡയഗ്രാം, ഒരു ഫോട്ടോ കാണിച്ചിരിക്കുന്നത് അതിന് വാൾ ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള എക്സ്കവേഷനാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അതിലൊരു PCC കോൺക്രീറ്റിൻ്റെ ഒരു ലെയർ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു വൈറ്റിഷ് കളറിൽ കോൺക്രീറ്റിൻ്റെ ഒരു ടോപ്പ് സർഫസ് ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് കമ്പിയൊന്നുമില്ല, പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റ് ആണ് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. അത് സോയിലിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൂസായിട്ടുള്ള സോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗം കുറച്ചുകൂടി ഫേമായി നമുക്ക് ഫൗണ്ടേഷൻ പണിയാനുള്ളൊരു നല്ലൊരു സർഫസ് കിട്ടും. അതിന് മുകളിൽ റബിൾ മേസൺറി, കരിങ്കല്ല് ഉപയോഗിച്ച് റബിൾ മേസൺറി പണിയുകയാണ് ചെയ്യുക. അത് ഗ്രൗണ്ട് ലെവൽ വരെ ഈ ഒരു ഡ്രൈ റബിൾ മേസൺറിയാണ് സാധാരണഗതിയിൽ പണിയുന്നത്. ഇനി ഗ്രൗണ്ടിന് മുകളിലേക്ക് പണിയുന്നത് റാൻഡം റബിൾ മേസൺറി ആയിരിക്കും. അതായത് ഗ്രൗണ്ടിന് മുകളിലേക്കുള്ളൊരു ഫിഗറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ സിമൻറ്റ് മോട്ടാർ ഉപയോഗിച്ചിട്ടാണ് ഈ കരിങ്കല്ല് പണിതിരിക്കുന്നത്. അപ്പോൾ ഇതിനെ റാൻഡം റബിൾ മേസൺറി എന്ന് പറയാം. ഗ്രൗണ്ടിന് താഴേക്ക് ഡ്രൈ റബിൾ, അവിടെ സിമൻറ്റ് മോട്ടാർ യൂസ് ചെയ്യില്ല, കരിങ്കല്ല് മാത്രം ഡ്രൈ പാക്കിംഗ് ആണ് വരിക. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി ഈ റാൻഡം റബിൾ മേസൺറിയുടെ മുകളിൽ ചുമര് നേരെ പണിയുകയല്ല സാധാരണ ചെയ്യുന്നത്. ഒരു RCC ബെൽറ്റ് കോൺക്രീറ്റ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷമാണ് ചുമര് ഇതിൻ്റെ മുകളിൽ പണിയുക. അതായത് RCC ബെൽറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു RCC ബെൽറ്റിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജിലുള്ള ഒരു ഫോട്ടോ ആണ്. ഇതിൻ്റെ സൈഡിൽ കോൺക്രീറ്റിന് ചെയ്യാൻ ആവശ്യമായ മരം കൊണ്ടുള്ള ഷട്ടറിങ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് റിമൂവ് ചെയ്യുന്നതിന് മുൻപുള്ള ഫോട്ടോഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിന് മുകളിലാണ് നേരത്തെ പറഞ്ഞ പോലെ ചുമര് പണിയുന്നത്. ചുമര് അത് പിന്നെ ഇഷ്ടിക കൊണ്ടോ അല്ലെങ്കിൽ ലാറ്ററൈറ്റ് ബ്ലോക്ക് കൊണ്ടോ അല്ലെങ്കിൽ സിമൻറ്റ് ഇഷ്ടിക കൊണ്ടോ കോൺക്രീറ്റ് ഇഷ്ടിക കൊണ്ടോ പണിയാവുന്നതാണ്. ഈ ചുമരിന് മുകളിലായിട്ട് ലിൻഡൽ RCC വർക്കാണ്. അവിടെ ലിൻഡൽ കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് ജനലുകളുടെയും വാതിലുകളുടെയും മുകളിലായിട്ട് ലിൻഡൽ കോൺക്രീറ്റ് എൻ്റെ ഒരു ലെയർ കാണാൻ സാധിക്കും. അതിന് മുകളിൽ വീണ്ടും ചുമരിൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലിൻഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വീണ്ടും വേറൊരു ഫോട്ടോഗ്രാഫ് കൂടെ കാണിച്ചിട്ടുണ്ട്. അത് ഓപ്പണിംഗ് വരുന്ന സ്ഥലങ്ങളിലെ എല്ലാ സ്ഥലത്തും. ഇവിടെ ഇപ്പോൾ ജനല് ഫിറ്റ് ചെയ്തിട്ടില്ല, അതിന് മുന്നുള്ളൊരു ഫോട്ടോഗ്രാഫാണത്. ഡോറോ അല്ലെങ്കിൽ വിൻഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഓപ്പണിങ്സ് വരുന്ന ലൊക്കേഷനുകളിൽ ഇതിന് മുകളിലുള്ള ചുമരിൻ്റെ ലോഡ് ഈ വിൻഡോസിലോ അല്ലെങ്കിൽ ഡോറിലോ വന്ന് ആക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ബീം കൺസ്ട്രക്ട് ചെയ്യും. സോ ബേസിക്കലി ദാറ്റ് ബീമിനെയാണ് ലിൻഡൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും, അതിനകത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടായിരിക്കും. ലിൻഡലിൻ്റെ കൂടെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു എലമെൻ്റാണ് സൺഷെയ്ഡ്. ഇത് ആക്ച്വലി പുറം ചുമരുകളിലാണ് സൺഷെയ്ഡ് കോൺക്രീറ്റ് ചെയ്യുക. അത് RCC എലമെൻ്റാണ്. ഇതാണ് സൺഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ഡായിട്ട് വിൻഡോയുടെ ഉള്ളിലേക്ക് സൂര്യപ്രകാശമോ അല്ലെങ്കിൽ മഴവെള്ളമോ അകത്ത് കയറാതെ ഒരു പ്രൊട്ടക്ഷൻ വർക്കായിട്ടാണ് സൺഷെയ്ഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്പണിങ്സ് വരുന്ന സ്ഥലങ്ങളിൽ മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതിയായിരിക്കും. അതും എക്സ്റ്റേണൽ വാളുകൾക്ക് മാത്രം മതിയാകും. പുറം ചുമരുകൾക്ക് മാത്രമേ സൺഷെയ്ഡ് ആവശ്യമുള്ളൂ.
ലിൻഡൽ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഓപ്പണിംഗ് വരുന്നുണ്ട് അവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അതായത് പുറം ചുമരുകൾക്ക് മാത്രമല്ല, അകത്തുള്ള ചുമരുകളിൽ എവിടെയൊക്കെയാണ് ഓപ്പണിംഗ് വരുന്നത് അവിടെയെല്ലാം പ്രൊവൈഡ് ചെയ്യും. സാധാരണഗതിയിൽ ലിൻഡൽ ഓപ്പണിംഗ് വരുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എങ്കിലും ത്രൂ ഔട്ട് ലെങ്ത് ഓഫ് ദ വാൾ കൊടുത്ത് കാണാറാണ് പതിവ്. ഇത് കൺസ്ട്രക്ഷൻ ഈസി ആക്കാനും ഒരു ടോട്ടൽ ഒരു ടൈയിങ് ആക്ഷൻ ബിൽഡിങ്ങിനെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പോകാനുമായിട്ടാണ് ത്രൂ ഔട്ട് ലിൻഡൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സൺഷെയ്ഡ് അതുപോലെ തന്നെ എക്സ്റ്റേണൽ വാൾസിൽ മാത്രം കൊടുത്താൽ മതിയെന്നിരിക്കെ അതുപോലെ തന്നെ ഈ ജനലുകൾ അല്ലെങ്കിൽ ഡോറുകൾ വരുന്ന സ്ഥലത്ത് മാത്രം കൊടുത്താൽ മതിയെന്നിരിക്കെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ പക്ഷേ പലപ്പോഴും ഇത് ത്രൂ ഔട്ട് ബിൽഡിങ്ങിൻ്റെ പെരിഫറിയിൽ ഔട്ടർ സർഫസിൽ ത്രൂ ഔട്ട് കൊടുത്ത് കാണാറുണ്ട്. ഇനി അതിന് മുകളിൽ സൺഷെയ്ഡിന് മുകളിൽ വീണ്ടും ചുമര് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിന് മുകളിൽ റൂഫ് സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള RCC റൂഫ് സ്ലാബിൻ്റെ ഒരു ഫോട്ടോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ടെറസിൽ പോയി നിന്നെടുത്തിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫാണ്. ആ റൂഫ് സ്ലാബിൻ്റെ കോൺക്രീറ്റിങ്ങിൻ്റെ സമയത്ത് ഈ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പിയിട്ട് വാർക്കുന്ന സമയത്തുള്ളൊരു ഫോട്ടോഗ്രാഫാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ ഒരു 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിലാണ് കോൺക്രീറ്റിംഗ് ചെയ്യാറ്. ഇനി ആ കോൺക്രീറ്റിങ്ങിൻ്റെ മുകളിൽ ഈ ടെറസിൻ്റെ മുകളിൽ ഏറ്റവും സൈഡിലായിട്ട് പ്രൊട്ടക്ഷൻ ബാരിയർ എന്നുള്ള രീതിയിൽ ഒരു പാരപ്പറ്റ് വാള് ചെറിയൊരു ഹൈറ്റിൽ 90 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ പാരപ്പറ്റ് വാള് ഓൾ അറൗണ്ട് ദ ടെറസ് കൺസ്ട്രക്റ്റ് ചെയ്യാറുണ്ട്. ഇതൊരു സേഫ്റ്റി മെഷറാണ്. അപ്പോൾ ഈ പാരപ്പറ്റ് വാള് അത് തിക്നെസ് കുറവായിരിക്കും സാധാരണഗതിയിൽ. അതിൽ ചില ആർട്ട് വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ് പാരപ്പറ്റ് വാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ബേസിക്കലി വേരിയസ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ ബേസ്മെൻറ്റിനകത്ത് സോയിൽ ഫില്ലിങ്ങും അതിന് മുകളിൽ ഫ്ലോർ PCCയും അതിന് മുകളിൽ ഫ്ലോർ ഫിനിഷും, അതായത് ടൈല് പോലുള്ള ഫ്ലോർ ഫിനിഷും ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ എടുത്തിട്ട് അതിൽ എങ്ങനെയാണ് ഈ കമ്പോണൻസ് വരുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. ഇതാണ് ഒരു വീടിൻ്റെ പ്ലാൻ ഒരു റെഫറൻസിന് വേണ്ടി കാണിച്ചിരിക്കുന്നത്. ഇതിൽ തുടക്കത്തിലൊരു സിറ്റ് ഔട്ട് ഉണ്ട്, സ്റ്റെപ്പിൽ നിന്ന് കയറി സിറ്റ് ഔട്ട്, പിന്നെ സ്റ്റഡി റൂം, പൂജ സ്പേസ്, ഒരു ഹാള്, ഡൈനിങ് എന്ന പോലുള്ള റൂമുകൾ, കിച്ചൺ, വർക്ക് ഏരിയ അങ്ങനെയാണ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു സെക്ഷൻ എടുത്തിരിക്കുകയാണ്, സെക്ഷൻ A എന്ന് പറയുന്നത്. അതായത് ഈ ഭാഗത്തൊരു കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒബ്ജക്ട്സ് എല്ലാം കാണുക, ഈ കമ്പോണൻസ് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെക്ഷൻ എയിലേക്ക് നോക്കാം. ഇതാണ് ആക്ച്വലി സെക്ഷൻ A എന്ന് വരച്ചിരിക്കുന്ന സെക്ഷൻ. അപ്പോൾ ഇതിൽ ബേസിക്കലി ഫൗണ്ടേഷൻ ഉണ്ട്, അതിന് മുകളിൽ ചുമര്, പിന്നെ റൂഫ് സ്ലാബ് അതെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ചുമരിൻ്റെ ഇത്രയും പോർഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് നോക്കിയിട്ട് ഇതിൽ വേരിയസ് കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാം. അതായത് PCC, ഏറ്റവും താഴെയുള്ള PCC തുടങ്ങി പാരപ്പറ്റ് വരെയുള്ള ആ ഒരു ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു ടിപ്പിക്കൽ വാൾ സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും താഴെ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻസും ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഏറ്റവും ഇവിടെ ഗ്രൗണ്ട് ലെവൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഗ്രൗണ്ട് സർഫസ് ഇതാണ്. അപ്പോൾ ഇതിന് ഗ്രൗണ്ട് സർഫസിന് താഴത്തേക്കാണ് എക്സ്കവേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കുഴിയെടുക്കുന്നത് ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഈ ഫൗണ്ടേഷനിൽ 2 കമ്പോണൻസ് ഉണ്ട്. ഒന്ന് PCC ലെയറും, 2 ഒരു DR മേസൺട്രി, അതായത് ഡ്രൈ റബിൾ മേസൺട്രി. ഈ ഡ്രൈ റബിൾ മേസൺട്രിയുടെ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ലെവൽ വരെ ആയിരിക്കും. അതാണ് ഇവിടെ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്, ഡ്രൈ റബിൾ മേസൺട്രി. ഇതിൻ്റെ ടോപ്പും നമ്മുടെ ഗ്രൗണ്ട് സർഫസും സെയിം തന്നെയായിരിക്കും. ആദ്യം എക്സ്കവേഷന് ശേഷം ഒരു PCC 1:4:8 എന്ന് പറയുന്ന മിക്സ് റേഷ്യോയിലാണ് സാധാരണ മിക്സ് ചെയ്യുന്നത്. ഈ 1 എന്ന് പറഞ്ഞാൽ 1 പാർട്ട് സിമൻറ്റ്, 4 പാർട്ട് സാൻഡ്, 8 പാർട്ട് മെറ്റൽ, അങ്ങനെയുള്ള ആ റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീതി സാധാരണ ഒരു 80 സെൻറ്റിമീറ്ററാണ് പ്രൊവൈഡ് ചെയ്യാറ്. ഇതിൻ്റെ തിക്നെസ് ഒരു 15 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുള്ള 80 സെൻറ്റിമീറ്റർ വീതിയിലുള്ള PCC ലെയറാണ് ഫസ്റ്റ് പ്ലേസ് ചെയ്യുന്നത്. ഇനി അതിന് മുകളിൽ 60 സെൻറ്റിമീറ്റർ വീതിയിൽ
60 സെൻറ്റിമീറ്റർ ഓൾമോസ്റ്റ് ഹൈറ്റിൽ വരുന്ന മേസൺറി വർക്ക് കരിങ്കല്ലിൽ പണിയാണ് ചെയ്യുന്നത്. അത് ഡ്രൈ റബിൾ മേസൺറി ആണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 60 സെൻറ്റിമീറ്റർ എന്നുള്ളത് ചില സ്ഥലങ്ങളിൽ മണ്ണിൻ്റെ പ്രത്യേകത അനുസരിച്ച് ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. വീക്കായിട്ടുള്ള മണ്ണാണെങ്കിൽ കൂടുതൽ ഡെപ്ത് കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പോൾ ഇതിന് ഹാച്ച് ചെയ്തിരിക്കുന്നതും പ്രത്യേകതയുണ്ട്. PCC ആണെന്നുണ്ടെങ്കിൽ ഡോട്ടുകളും ട്രയാങ്കിൾസും ആണ് വരയ്ക്കുക. ഇനി ഇത് RCC ആണെന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിനുള്ളിൽ ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്ത് വെക്കുക. അതാണ് വ്യത്യാസം, ഡോട്ടുകൾ കൂടാതെ. ഡ്രൈ റബിൾ മേസൺറിക്കും അതുപോലെ RR മേസൺറിക്കും ഒരേ ഹാച്ച് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഈ ഡ്രൈ റബിൾ മേസൺറിയുടെ മുകളിലായിട്ട് RR മേസൺറി, അത് സിമൻറ്റ് മോട്ടാറിലാണ് നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുന്നത്. അത് 1:6 എന്ന് പറയുന്ന റേഷ്യോയിൽ 1 സിമൻറ്റും 6 പാർട്ട് മോട്ടാറുമാണ് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ചട്ടി സിമൻറ്റിന് 6 ചട്ടി മണൽ എന്നുള്ള അനുപാതത്തിൽ. അപ്പോൾ ഈ RR മേസൺറിയുടെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ, ക്രോസ് സെക്ഷണൽ സൈസ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ വീതി 60 സെൻറ്റിമീറ്റർ വീതി വേണ്ട, അതിന് വീതി കുറയ്ക്കാം, 45 സെൻറ്റിമീറ്റർ മതി. നമുക്ക് മുകളിലേക്ക് പോകുന്തോറും നമുക്ക് വീതി കുറച്ച് വരാം. സോ 45 സെൻറ്റിമീറ്റർ വീതിയും 35 സെൻറ്റിമീറ്റർ ഹൈറ്റും മതിയാകും. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിന് മുകളിലേക്ക് തറയുടെ ഉയരം 45 സെൻറ്റിമീറ്റർ ആണ്. ഈ 45-ൽ 35 RR മേസൺറി, ബാക്കി 10 ഒരു RCC ബെൽറ്റ് ഇൻ M20 ഒരു ബെൽറ്റ് കോൺക്രീറ്റ് ഇവിടെ കൊടുക്കുന്നു. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന, നേരത്തെ ഫോട്ടോഗ്രാഫിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു കോൺക്രീറ്റ് എലമെൻറ്റ് തറയുടെ മുകളിൽ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ്. സോ ആ 10 സെൻറ്റിമീറ്ററും 35 കൂടി ചേർത്ത് ടോട്ടലി 45 സെൻറ്റിമീറ്റർ ആണ് തറയുടെ ഉയരം എന്ന് പറയുന്നത്. ഈ ഒരു ഹൈറ്റ്, ഗ്രൗണ്ടിൽ നിന്ന് തറയുടെ ഉയരം എന്ന് പറഞ്ഞാൽ 45 സെൻറ്റിമീറ്റർ ആണ് സാധാരണ കൊടുക്കുന്നത്. 45 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 സ്റ്റെപ്പുകളുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കയറാവുന്നതാണ്. ചില വീടുകൾക്ക് 60 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുക്കാറുണ്ട്. അതിനനുസരിച്ച് ഈ 35 എന്നുള്ളത് മാറും. അപ്പോൾ ഈ ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വീതി സാധാരണഗതിയിൽ RR മേസൺറിയുടെ വീതി എത്രയാണോ അത് തന്നെയാണ് വീതിയായിട്ട് ഉപയോഗിക്കാറ്. ഇവിടെ 45 സെൻറ്റിമീറ്റർ ആണ് RR മേസൺറിയുടെ വീതി കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിലും ചെറിയ വീതിയിലും ചെയ്യാറുണ്ട്. ബെൽറ്റിന് മാത്രം ചിലപ്പോൾ 30 സെൻറ്റിമീറ്റർ വീതിയിലോ അല്ലെങ്കിൽ ഈ ചുമരിൻ്റെ അതേ വീതിയിലോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ RCC ആയതുകൊണ്ട് അതിൻ്റെ ഗ്രേഡ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. M20 മിക്സ് റേഷ്യോ അല്ല ചെയ്തിരിക്കുന്നത്. PCCക്ക് സാധാരണ മിക്സ് റേഷ്യോ ആണ് 1:4:8, 1:5:10 എന്നുള്ള രീതിയിൽ. പക്ഷേ RCC വരുമ്പോൾ അതിൻ്റെ മിക്സ് റേഷ്യോ M20 എന്ന് പറയുന്ന ഗ്രേഡിലാണ് സ്പെസിഫൈ ചെയ്യുക. ഇത് ഒരു സിമൻറ്റും മണലും മെറ്റലും ഒരു പ്രത്യേക അനുപാതത്തിൽ മിക്സ് ചെയ്താലാണ് M20 ഗ്രേഡ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് നേരെ ചുമര് പണിയുന്നു. ആ ചുമരിൻ്റെ വോളിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 സെൻറ്റിമീറ്ററാണ് നമ്മൾ വരയ്ക്കുമ്പോൾ എടുക്കേണ്ടത്. 24 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ചുമരിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഇപ്പോൾ ഇഷ്ടികയാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ലാറ്ററൈറ്റ് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ലാറ്ററൈറ്റ് ബ്ലോക്കിൻ്റെ വീതി വരുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ പ്ലാസ്റ്ററിങ്, തേപ്പ്, പരിക്കൻ ഉപയോഗിച്ച് തേക്കുന്ന ആ ഒരു തിക്നെസ് അത് 1 സെൻറ്റിമീറ്റർ മുതൽ 2 സെൻറ്റിമീറ്റർ വരെ വേരി ചെയ്യാം. അപ്പോൾ അത് 2 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ 2 സെൻറ്റിമീറ്ററും മറ്റേ സൈഡിൽ 2 സെൻറ്റിമീറ്റർ. സോ ടോട്ടലി ഈ 20 സെൻറ്റിമീറ്റർ പ്ലസ് ഒരു 2 സെൻറ്റിമീറ്റർ ഹിയർ, 2 സെൻറ്റിമീറ്റർ ഹിയർ. സോ ടോട്ടലി 24 സെൻറ്റിമീറ്റർ ആണ് വോളിൻ്റെ തിക്നെസ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നത്. അത് നമ്മൾ എഴുതുമ്പോൾ മേസൺറി വാൾ ഇൻ സിമൻറ്റ് മോട്ടാർ 1:4, CM എന്ന് പറയുന്നത് സിമൻറ്റ് മോട്ടാർ 1:4. അപ്പോൾ ഇതിൽ 1:4 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കടുപ്പമുള്ള മിക്സാണ്. 1:6-നേക്കാളും സിമൻറ്റ് കണ്ടൻറ്റ് കുറച്ചുകൂടി കൂടിയ സ്ട്രോങ് ആയിട്ടുള്ള മിക്സാണ്. അതാണ് ചുമര് കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കേണ്ട മിക്സ് റേഷ്യോ. ഈ പ്ലാസ്റ്ററിങ്ങിൻ്റെ തിക്നെസ് 1.5 സെൻറ്റിമീറ്റർ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ, അപ്പോൾ ഇത് 23 സെൻറ്റിമീറ്റർ ആണ് അങ്ങനത്തെ കേസിൽ എടുക്കേണ്ടത്. പക്ഷേ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് 24 എന്നുള്ള യൂണിഫോം ആയിട്ടുള്ള വാല്യൂ എടുക്കാം. കൺവേർട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇനി ഇത് ഡോറിൻ്റെ ഹൈറ്റ് എത്തുന്ന സമയത്ത് ഡോറിൻ്റെ മുകളിലാണ് ലിൻഡൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലിൻഡലിൻ്റെ ബോട്ടവും അതുപോലെ
ഡോറിൻ്റെ ടോപ്പും അത് സെയിം ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡോറിൻ്റെ ഹൈറ്റ് ആയിരിക്കും വരുന്നത് ഫ്ലോറിൽ നിന്ന്. ഇത് സാധാരണഗതിയിൽ ഡോറിൻ്റെ ഹൈറ്റ് കൊടുക്കുന്നത് 210 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 210 സെൻറ്റിമീറ്ററിൽ ഹൈറ്റിൽ ഫ്രം ദ RCC ബെൽറ്റിൽ നിന്ന് 210 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ലിൻഡലിൻ്റെ ബോട്ടം വരും. സോ ലിൻഡൽ എന്ന് പറയുന്നത് ഈ ഒരു റെക്റ്റാങ്കുലർ പോർഷനെയാണ് ലിൻഡൽ എന്ന് പറയുന്നത്. വേറെ ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന പോർഷനെ സൺഷെയ്ഡ് എന്നാണ് പറയുന്നത്. ഈ സൺഷെയ്ഡ് 60 സെൻറ്റിമീറ്ററാണ് പ്രൊജക്ഷൻ സാധാരണഗതിയിൽ കൊടുക്കുന്നത്. അത് ചുമരിൽ നിന്നാണ് ഈ 60 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യേണ്ടത്. ഇത് രണ്ടും കോൺക്രീറ്റ് എലമെൻറ്റ്സ് RCC എലമെൻറ്റ്സ് ആണ്. സൺഷെയ്ഡ് ആൻഡ് ലിൻഡൽ ഇൻ RCC M20 ഗ്രേഡ്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ, ഈ ഒരു കമ്പോണൻറ്റിൻ്റെ ഡയമെൻഷൻ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. കൃത്യമായിട്ട് എങ്ങനെയാണ് വരയ്ക്കണമെന്നുള്ളത് അറിഞ്ഞിരിക്കണം. സൺഷെയ്ഡ് ആൻഡ് ലിൻഡൽ ആ ഒരു എലമെൻറ്റ് മാത്രം എടുത്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 60 സെൻറ്റിമീറ്ററാണ് ചുമരിൽ നിന്ന് പ്രൊജക്ഷൻ വരുന്നത്. സൺഷെയ്ഡിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ തിക്നെസ് എഡ്ജിൽ വരുമ്പോൾ 6 സെൻറ്റിമീറ്റർ തിക്നെസ്സാണ് പ്രൊവൈഡ് ചെയ്യുക, 5 അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ. വേറെ ഇതിൻ്റെ ചുമരിൻ്റെ അടുത്ത് വരുമ്പോൾ 8 സെൻറ്റിമീറ്റർ തിക്നെസ് പ്രൊവൈഡ് ചെയ്യും. സോ 8ൽ നിന്ന് 6ലേക്ക് കുറയാണ് ചെയ്യുക. സോ ഈ ടോപ്പ് ലൈൻ വിൽ ബി എ സ്ലോപ്ഡ് ലൈൻ. അപ്പോൾ ഇവിടെ വീഴുന്ന മഴവെള്ളം സുഖമായിട്ട് ഒലിച്ച് ഈ സൈഡിലേക്ക് ഒഴുകി പോയിക്കോളും. അതിനൊരു ഡ്രെയിനേജ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് സൺഷെയ്ഡ്. ഇനി ലിൻഡൽ എടുക്കുകയാണെങ്കിൽ ലിൻഡലിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഇത് ചുമരിൻ്റെ വീതി തന്നെയായിരിക്കും. അപ്പോൾ അത് 20 സെൻറ്റിമീറ്ററാണ് ചുമരിൻ്റെ വീതി, കല്ലിൻ്റെ വീതി വരുന്നത്. പിന്നെ തേപ്പും കൂടി അടക്കം 24 ആവും. സോ നമ്മൾ ലിൻഡലിൻ്റെ വീതി എത്രയാണെന്ന് ചോദിച്ചാൽ 20 തന്നെയാണ് ആൻസർ പറയേണ്ടത്. ലിൻഡലിൻ്റെ ഹൈറ്റ് സാധാരണ അതിൽ 15 സെൻറ്റിമീറ്ററാണ് പ്രൊവൈഡ് ചെയ്യാറ്. അത് ഓപ്പണിങ്ങിൻ്റെ വീതി അനുസരിച്ചിരിക്കും. ഒരു 2 മീറ്റർ വരെ, 1.5 മീറ്റർ ടു 1.8 മീറ്റർ വരെ വീതിയുള്ള ഓപ്പണിങ്സിന് 15 സെൻറ്റിമീറ്റർ ഓക്കെ ആയിരിക്കും. അതിൽ കൂടുതൽ വരുമ്പോൾ ഈ 15 എന്നുള്ളത് 20 അല്ലെങ്കിൽ 25 ആക്കി മാറ്റേണ്ടതായിട്ട് വരും. സോ അതാണ് ലിൻഡൽ കം സൺഷെയ്ഡ് എന്ന് പറയുന്ന എലമെൻറ്റ് വരുന്നത്. ഈ ലിൻഡലിൻ്റെ മുകളിൽ വീണ്ടും ചുമര് കൺസ്ട്രക്ട് ചെയ്യുന്നു. അത് നമ്മുടെ വീടിൻ്റെ ഹൈറ്റ് എത്രയാണോ ആവശ്യമുള്ളത്. സാധാരണഗതിയിൽ വീടിൻ്റെ ഹൈറ്റ്, റൂം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3 മീറ്ററാണ് ക്ലിയർ ഹൈറ്റ്. ഈ RCC ബെൽറ്റിൻ്റെ ടോപ്പിൽ നിന്ന് 300 സെൻറ്റിമീറ്ററാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 300 ഹൈറ്റ് എത്തുന്ന സ്ഥലത്ത് വി വിൽ പ്രൊവൈഡ് എ RCC റൂഫ് സ്ലാബ്. അത് 10 സെൻറ്റിമീറ്റർ തിക്കാണ് RCC റൂഫ് സ്ലാബിന് സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത്. 10 തിക്ക് സ്ലാബ് ഇൻ RCC. ഇവിടെ M20 എന്നാണ് എഴുതേണ്ടത്, പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക്. M20 ഗ്രേഡ്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ RCC സ്ലാബാണ് കാണിച്ചിരിക്കുന്നത്. ഈ RCC സ്ലാബിൻ്റെ എഡ്ജിൽ ഞാൻ പറഞ്ഞു ടെറസിൻ്റെ, ഇതിപ്പോൾ ടെറസാണ് ഇവിടെ കാണുന്നത്. ടെറസിൻ്റെ എഡ്ജിൽ പാരപ്പറ്റ് വാൾ കൺസ്ട്രക്ട് ചെയ്യണം. അതൊരു 90 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ 10 സെൻറ്റിമീറ്റർ തിക്കിലാണ് പാരപ്പറ്റ് വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി വരുന്ന കമ്പോണൻസ് എന്ന് പറഞ്ഞാണെങ്കിൽ ഇവിടെ താഴെ നമ്മൾ ആക്ച്വലി ഇവിടെ ബേസിക്കലി ഈ PCCനെയും DRനെയും ചേർത്ത് നമ്മൾ ഫൗണ്ടേഷൻ എന്നാണ് പറയുക. അതായത് മണ്ണിനടിയിൽ വരുന്ന പോർഷൻ ഫൗണ്ടേഷനും, മണ്ണിന് മുകളിൽ വരുന്ന RRും അതുപോലെ ബെൽറ്റും കൂടി ചേർത്ത് വരുന്ന പോർഷനെ, ആ ഒരു പോർഷനെ ബേസ്മെൻറ്റ് എന്നാണ് പറയുക. ബേസ്മെൻറ്റിന് പറയുന്ന വേറൊരു പേര് പ്ലിന്ത്. ബേസ്മെൻറ്റും പ്ലിന്തും സെയിം തന്നെയാണ്. ഇനി ഈ ബേസ്മെൻറ്റിനകത്ത് നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് നിറയ്ക്കേണ്ടതുണ്ട്. അതായത് എർത്ത് ഫില്ലിങ്, തറയ്ക്കകത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന ഒരു കാര്യം നമുക്കറിയാം. സോ ആ ഒരു എർത്ത് ഫില്ലിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഡോട്ട്സ് ഇട്ടിട്ടാണ് എർത്ത് ഫില്ലിംഗ് കാണിച്ചിരിക്കുന്നത്. അതിവിടെ എഴുതിയിട്ടുണ്ട് എർത്ത് ഫില്ലിംഗ് എന്നുള്ളത്. അപ്പോൾ അതൊരു 35 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ തന്നെ മതി. ബാക്കിയുള്ള 10 സെൻറ്റിമീറ്റർ എഗെയിൻ ഫ്ലോറിംഗ് PCC 10 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്റർ ഹൈറ്റിലോ തിക്നെസ്സിലോ ഫ്ലോറിംഗ് PCC നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതൊരു PCC കോൺക്രീറ്റ് ആണ്. PCC ഇൻ 1:3:6 എന്ന് പറയുന്ന റേഷ്യോയിൽ മിക്സ് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കാം. അതിന് മുകളിലായിട്ട്, അപ്പോൾ അതിൻ്റെ ടോപ്പ്, ഈ PCCയുടെ ടോപ്പും RCC ബെൽറ്റിൻ്റെ ടോപ്പും സെയിം ലെവലിലായിരിക്കും. അതിന് മുകളിലായിട്ട് ടൈൽ ഇടാവുന്നതാണ്. ടൈൽ ഇടാനായിട്ട് ആദ്യം ഒരു മോട്ടാർ പരിക്കൻ ഇടണം, അതിനുശേഷം ടൈലിടും. അപ്പോൾ ആ മോട്ടാറിൻ്റെയും ടൈലിൻ്റെയും കൂടി തിക്നെസ്, ടോട്ടൽ തിക്നെസ് ഒരു ഏകദേശം ഒരു 5 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ തിക്നെസ് വരും. അതും കൂടി ഇവിടെ എഴുതേണ്ടതാണ്, ഫ്ലോർ ഫിനിഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയാണ് ഒരു സെക്ഷനിൽ ഒരു ചുമര് കട്ട് ചെയ്യാൻ ഇത്രയും ഡീറ്റെയിൽസാണ് ഒരു സെക്ഷനിൽ കാണുന്നത്. ഇങ്ങനെയുള്ള എല്ലാ ചുമരുകളും കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഉള്ളിലത്തെ ഒരു ചുമരാണ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒബിയസ്ലി ഉള്ളിൽ സൺഷെയ്ഡ് കാണില്ല, ലിൻഡൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഈ പാരപ്പറ്റ് ഉണ്ടായിരിക്കില്ല. പാരപ്പറ്റ് 2 എഡ്ജിൽ മാത്രമാണ് ഉണ്ടാവുക, ഈ എഡ്ജിലും അതർ എഡ്ജിലും. പിന്നെ ഏതെങ്കിലും ഡോറോ വിൻഡോ
കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണിച്ചിരിക്കണം. ഇതിപ്പോൾ ബാക്കിലുള്ള ഒരു ഡോറ് കാണിച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ചുമരിലൂടെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വിൻഡോ കട്ട് ചെയ്തപ്പോഴാണ് ഇവിടെ വിൻഡോ വന്നിരിക്കുന്നത്, അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെക്ഷൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഒരു ബിൽഡിങ്ങിൻ്റെ ബേസിക് കമ്പോണൻസ് വരുന്നത്.